സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ വീഴ്ചയിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര ഉന്നതതല യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുക. സംസ്ഥാന പോലീസ് മേധാവി, ജയിൽ മേധാവി, ആഭ്യന്തര സെക്രട്ടറി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഈ ഉന്നതതല യോഗം ഇന്ന് 11 മണിക്ക് ചേരുമെന്നാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഗോവിന്ദച്ചാമിയുടെ ഇന്നലത്തെ ജയിൽ ചാട്ടത്തിന് പിന്നാലെയാണ് പെട്ടെന്ന് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. എന്തായിരിക്കും യോഗത്തിന്റെ പ്രധാന അജണ്ട? മറ്റു വിശദാംശങ്ങൾ. സിന്ധൂര്, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ഒരു പശ്ചാത്തലം, ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും അജണ്ട എന്ന് പറയുന്നത് ജയിലുകളിലെ സുരക്ഷ കർശനമാക്കുക, ജയിലുകളുടെ നിലവിലുള്ള സുരക്ഷാ സംവിധാനം വിലയിരുത്തുക എന്നുള്ളതാണ്. ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കുക സംസ്ഥാന പോലീസ് മേധാവി, അതിനു പുറമെ ജയിൽ മേധാവി, ഒപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കണ്ണൂർ ജയിലിൽ ഉണ്ടായ സംഭവം അത് ജയിൽ DGP തന്നെ യോഗത്തിൽ വിശദീകരിക്കും. അവിടെ ഏത് രീതിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നൊക്കെ അത് ജയിൽ DGP തന്നെ വിശദീകരിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു ജയിലുകളുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതും യോഗം പ്രധാനമായും വിലയിരുത്തും. അതിനുശേഷമായിരിക്കും എവിടെയൊക്കെയാണ് കൂടുതലായി സുരക്ഷ കർശനമാക്കേണ്ടത്, ഏതൊക്കെ തലത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നത് സമഗ്രമായി തന്നെ ഇന്നത്തെ യോഗം പരിശോധിക്കുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടിൽ, ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഏതായാലും യോഗത്തിൽ സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഒരു രൂപരേഖ കൂടി തയ്യാറാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീജ പറഞ്ഞപോലെ തന്നെ ഈ പ്രധാന അജണ്ട ഇന്നലത്തെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിലയിരുത്തൽ തന്നെയാകും. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന മൊഴികളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള ചില സൗകര്യങ്ങളൊക്കെ അയാൾക്ക് അവിടെ ലഭിച്ചിരുന്നു. പ്രധാനമായിട്ടും അതൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് അയാൾ ജയിൽ ചാടിയത് എന്നുള്ള വിവരവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഈ ഉന്നതതല യോഗത്തിന് ശേഷം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ജയിലുകളിലെല്ലാം കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? കനത്ത സുരക്ഷാ വലയം എന്നതിനപ്പുറത്തേക്ക് ജയിലുകൾക്കുള്ളിലെ സുരക്ഷ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം ജയിലുകളിലൊക്കെ ഇപ്പോൾ നിശ്ചിതമായിട്ടുള്ള പോലീസ് നിലവിൽ സുരക്ഷയ്ക്കായി ഉണ്ട്. പക്ഷേ എവിടെയെങ്കിലും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടോ, സുരക്ഷ, അതുകൊണ്ട് തന്നെ ഓരോ ജയിലുകളുടെയും സാഹചര്യം വിലയിരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക. ഒരു ഭാഗത്ത് കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നടപടി സ്വീകരിച്ചു കൂടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സസ്പെൻഷൻ അടക്കം നൽകുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായി. കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം തുടർ നടപടിയിലേക്ക് കടക്കുന്നതായിരിക്കും ഗോവിന്ദച്ചാമിയുടെ കേസുമായി ബന്ധപ്പെട്ട്. അതേസമയം ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കെ സംസ്ഥാനത്തെ മറ്റു ജയിലുകളിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംഭവവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൂടി സർക്കാർ ആ രീതിയിലുള്ള കരുതൽ കൂടി എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അടിയന്തര യോഗം ചേരുന്നത്. യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ജയിലുകളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ, സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കർശനമാക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ആ രീതിയിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനുകൂടിയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാവുക. സിന്ധൂരി. ശരി, വ്യക്തമാണ് ഷീജ. എന്തായാലും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇന്ന് 11 മണിക്ക് ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.